ഹായ് ഗായ്സ്. അപ്പോൾ ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും കൂടി നടക്കാനിറങ്ങിയെന്ന് വെച്ചാൽ ഉഗാണ്ടയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ തൊട്ട് പടിഞ്ഞാപ്പുറം തന്നെ ബീച്ചാണ് കാണുന്നത്. നല്ല സുന്ദരിയായി കിടക്കണം നമ്മുടെ ബീച്ചുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അവൾക്കൊരു ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ പറയാനുമില്ല, അവൾ അങ്ങോട്ട് ചാടി വരും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിലേക്ക് നടന്നപ്പോൾ കുറേ ഷെല്ലുകളുണ്ട്. അപ്പോൾ എന്നെ ഒരുത്തം കണ്ടപ്പോൾ അവൻ ജീവനും കൊണ്ട് ഓടുകയാണ്. ഞാനെങ്ങാനും പിടിച്ച് തിന്നുമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിരുന്ന് കുറേ ഷെല്ലുകൾ പറക്കിയെടുത്തു. അപ്പോൾ ഞാൻ കുഞ്ഞിക്കൊരു പാത്രം കൊടുത്ത് എന്നാൽ പറക്കിയെടുക്കും കുഞ്ഞ്, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതിരുന്ന് പറക്കി. വീട്ടിലെത്തിയപ്പോൾ ദേവുട്ടൻ്റെ ഒരു പഴയ ടോയ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കത്തി ചൂടാക്കി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിന് 4 സൈഡും മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കത്തിയെടുത്ത് തന്നെ ചെയ്തത്. അങ്ങനെ ഉരുക്കിയിട്ട് 4 സൈഡും നമ്മൾ മുറിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച അഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഞാനതിലൊരു എന്താ പറയുക, വൈറ്റ് പെയിൻ്റ് അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അതുപോലെ ഇരുന്നില്ല അങ്ങനെ വൈറ്റ് പെയിൻറ്റ്. പിന്നെ ഞാനൊരു കാർഡ്ബോർഡൊക്കെ എടുത്ത് അതിൻ്റെ അളവൊക്കെ നോക്കി കട്ട് ചെയ്ത് എഫർ ഷീറ്റിലാണ് കേട്ടോ അത് കവർ ചെയ്തെടുക്കണത്. എഫർ ഷീറ്റിൽ കവർ ചെയ്തെടുക്കണുള്ളൂ. എല്ലാത്തിൻ്റെ അളവെടുത്ത് നമ്മൾ അത് കവർ ചെയ്തെടുക്കേണ്ട ചെയ്തിരിക്കണത്. പിന്നെ നമുക്ക് കിട്ടിയ ഷെല്ലുകളെല്ലാം കൂടി നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇതുമ്മൽ ഒട്ടിച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ല, ആദ്യം വൈറ്റ് കോട്ട് പെയിൻ്റ് അടിക്കാൻ നോക്കിയത് അതിൻ്റെയാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പണിയുണ്ട് കേട്ടോ, കുറേ സമയം വേണം. നമ്മളിത് ഒട്ടിച്ചെടുത്താൽ ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കും. പിന്നെ അതെടുത്ത് വെക്കണം. അങ്ങനെ ഞാൻ ഒരു വശം ഒട്ടിച്ച് പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് അടുത്ത വശം ഒട്ടിച്ചെടുക്കണത്. അങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നും കൂടിയും പറയണേ. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട് വല്ലപ്പോഴും? പുറത്തു നിന്നൊക്കെ ഇങ്ങനെ വല്ലതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ജസ്റ്റ് ടോയ് വെച്ചിട്ട്, ടോയ് ഒന്ന് ഇതാക്കിയിട്ടാണ് നമ്മൾ ഇതെടുത്ത്